എത്ര മണിക്കാ ഷോ? 11:30. സമയമുണ്ട്. KNRCL സൂപ്പറായിട്ട് ചെയ്തിട്ടേക്കണ ഒരു റോഡാണിത്. പക്ഷെ ഒരുപാട് ഇത് കുറെ പേര് എതിർത്തിട്ടുണ്ട്. എന്നാലും പക്ഷെ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എല്ലാ നാട്ടിലും നടക്കണ പരിപാടികളൊക്കെ തന്നെ. പിന്നെന്താന്ന് പറഞ്ഞാല് ഇവരെ ഭാഗ്യം കൊണ്ട് ആദ്യം തന്നെ പൊളിഞ്ഞു ചാടി. ഭാഗ്യം കൊണ്ടാണോ? അവരെ ഭാഗ്യം. പക്ഷെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇന്ന് ഒഴിവാക്കി കിട്ടിയിട്ടില്ലേ? ഒരുപാട്. അതെ അതെ. ഇനി കാലം പോണതിനനുസരിച്ച് ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഇപ്പൊ വണ്ടികളൊക്കെ ആയി. പക്ഷെ എന്നാലും സുഖമാണ്. ഈ റോഡ് നമുക്ക് ഏതോ കാലത്തൊക്കെ വരേണ്ടതാണ്. ശരിയാണ്. ഹെവി തിരക്കും അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ പോവാനും പറ്റും. യാത്ര സുഖമാക്കാനും. എന്തായാലും നമ്മളെ ഗവൺമെന്റും ടീമുകളൊക്കെ എപ്പോഴും അത് റെഡിയാക്കി എടുത്തോണ്ട് ഒരു കുറെയൊക്കെ നന്നായി. ഓക്കെ ഓക്കെ, ശരിയാണ്. ഇനി കാണാൻ പോണതാണ് നമ്മളെ കേരളത്തിലല്ലോ, ഇന്ത്യയിലാണോന്നറിയില്ല, കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റ്. അത് നമ്മളെ ഈ മലപ്പുറം വളാഞ്ചേരിത്തെ ഈ നമ്മൾ എൻട്രി ചെയ്യാൻ പോണ പാലാണ്. ഈ കാണുന്ന മലയല്ല, 2 മല, അതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് കയറുന്നത്. പണി കഴിഞ്ഞു. അത് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ, നല്ല സീനറീസ് ഒക്കെ. ബൈക്കിലൊക്കെ വരുമ്പോ നല്ല രസമാണ്. ഇതാണ് പാലം. എന്താണ് പറഞ്ഞത്? വയഡക്റ്റ്. നമ്മളിങ്ങനെ ഒരു പാലത്തിന്റെ ഒരു ഫോർമാറ്റ് ആണത്. കണ്ടില്ലേ? ഇത് ആകാശ കാഴ്ചയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും. എന്താണെന്നുള്ളത് കറക്റ്റ് അതിന്റെ ഒരു ബ്യൂട്ടി കാണാൻ പറ്റും. വട്ടപ്പാറ വളവ് നിവർത്തുന്ന. പക്ഷെ ഇതെന്തായാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് അതിന്റെ എഞ്ചിനീയർമാര് പറഞ്ഞു കേട്ടത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും പാമ്പ് വളഞ്ഞിറങ്ങുന്ന പോലെ ഇറങ്ങണല്ലേ? നമുക്കിനിയിപ്പോ വളാഞ്ചേരി ടൗണില് ബ്ലോക്ക് ഉണ്ടോന്ന് അറിയില്ല. ഷോ 11:30. ആ സീനലിന്റെ അവിടെ എടുത്തോണ്ട് കേട്ടോ. സീനല് അറിയില്ല എനിക്ക്. ഇതാണ് വളാഞ്ചേരി ടൗണിലെ. പക്ഷെ തിരക്ക് ഇന്നെന്തോ ഭാഗ്യമുണ്ട്, ഇല്ലാതെ ഈ ടൗണൊന്നും ഇങ്ങനെ തിരക്കില്ലാണ്ട് ഞാൻ ഈ ടൗണ് ചിലപ്പോ എനിക്ക് തോന്നുന്ന ഹൈവേ വന്നോണ്ടേ കൊറേയൊക്കെ. ഹൈവേ വന്നു കഴിഞ്ഞാൽ അത് ടൗൺ ടച്ച് ചെയ്യില്ല. ടൗൺ ടച്ച് ചെയ്യില്ലല്ലോ. വട്ടപ്പാറ അവിടുന്ന് നേരെ അങ്ങനെ പോവല്ലേ. അതായിരിക്കും കൊറേയൊക്കെ ഇത് ക്ലിയർ ആയത്. ചിലപ്പോ ഇനി സ്കൂളും ഓഫീസ് ടൈം ഉണ്ടല്ലോ, ആ ടൈമിലൊക്കെ എങ്ങനെയാന്ന് അറിയില്ല. പൊതുവെ അല്ല, അത് പീക്ക് ടൈം കഴിഞ്ഞിട്ടുള്ളത് വലിയ സീനില്ല. ഞാനൊക്കെ ഈ വഴി ഇങ്ങനെ പോണത് ഈ ടൈമിലിട്ടാ ആദ്യമായിട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ ടൈമിൽ ഇങ്ങനെ ഈ ഒരു സമയങ്ങളില്ല, നമ്മളെ ഈ ഉച്ച ടൈമൊക്കെ ആവുമ്പോ. ഞാന് എന്തായാലും ഈ തിയേറ്ററിൽ വന്നിട്ട് ഇപ്പൊ ഒരുപാട് വർഷമായിരിക്കണം. ഒരുപാട് പഴയ പുതിയതാക്കിയതിനു ശേഷം വന്നിട്ടുണ്ടാവില്ല. പഴയ ആ ഒരു ഇതിലുണ്ടായിരുന്നു. ഞാനും പ്രവീഷില്ല, എന്റെ അനിയനെ, പുള്ളിയും കൂടി വന്നിട്ടുണ്ട്. അത് കൊറേ മുന്നേട്ടാ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലക്സ് ആക്കിയിട്ട് കുറച്ചായി അതിന്റെ കൂടെ. ഇപ്പൊ എന്തോ ഒരു പുതിയ ടീമിന്റെ പേര് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല. എനിക്കറിയാം, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. പണ്ട് നമ്മൾ ഏതൊരു പടത്തിനോട് വന്നിട്ടുണ്ടല്ലോ, വളാഞ്ചേരി കാർത്തിക ഫിലിം സിറ്റി ഇല്ലേ, നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു പക്കയാണ്. പക്ഷെ അവിടെ ഈ പടം ഇല്ല അല്ലേ? അവിടെ ഇല്ല.
അത് മിഷൻ ഇമ്പോസിബിൾ അല്ലേ നിങ്ങൾ ലാസ്റ്റ്? ഞങ്ങൾ അവിടെ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോയത്. നല്ല സൗണ്ട് സിസ്റ്റം ആണ്. അറ്റ്മോസിന്റെ സ്ക്രീനിലല്ല കണ്ടത്, എന്നിട്ടും കൂടി നമുക്ക് ആ പടം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എന്താ മാറിപ്പോയ വഴി മാറി. പക്ഷെ നേരെ ചെല്ലുന്നല്ലേ തിയേറ്ററിന്റെ മുന്നിക്കല്ലേ? ചെറിയൊരു ചെറിയൊരു ഗ്യാപ്പ് ഇതല്ലേ? അറ്റ്മോസൊക്കെയാണ്. മേലുള്ള ഒരു 3 സ്ക്രീൻ നെക്സ സിനിമാസ്. ഇതിലെന്നല്ലേ നമുക്ക് വണ്ടി ഏതായാലും റിവേഴ്സ് എടുത്തിടാം. അതായിരിക്കും ബുദ്ധിപരമായ നീക്കം. think I need a break. Don't care how long it takes. You know I hate the way you